സ്ത്രീ വാതിലിൽ തട്ടുന്നയാളെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്താൻ നോക്കി. അപ്പോഴാണ് ആ സ്ത്രീ തിരിച്ചറിയുന്നത് അത് അവളുടെ ഭർത്താവാണെന്ന്. കല്യാണം കഴിക്കുന്നതിന് മുൻപ് അവർക്ക് ഒരു ദിവസം മാത്രമേ പരിചയമുണ്ടായിരുന്നുള്ളൂ. ഈ വീട്ടിലേക്ക് അവൾ മാറിയതിനു ശേഷം ഭർത്താവ് ജോലിക്ക് പോയി തിരിച്ചു വരുമെന്ന് അവൾ മറന്നുപോയിരുന്നു. അടുത്ത ദിവസം ഭർത്താവ് തനിക്ക് ഭാര്യയുണ്ടെന്ന കാര്യവും മറന്നുപോയി. ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് പങ്കാളികൾ ഉണ്ടെന്ന കാര്യം ഇതുവരെ ഇവർ പൊരുത്തപ്പെട്ടിട്ടേ ഇല്ല. ഇവർ കല്യാണം കഴിച്ചതിന്റെ കാരണം തന്നെ വ്യക്തിഗത ആവശ്യങ്ങൾ കാരണമാണ്. ഈ സ്ത്രീക്ക് അവരുടെ മാതാപിതാക്കളെ ബാല്യത്തിൽ തന്നെ നഷ്ടമായി. സഹോദരിയുടെ വിവാഹശേഷം അവൾ അവർക്കൊപ്പമാണ് താമസിച്ചത്. എന്നാൽ സഹോദരിയുടെ ഭർത്താവിന് ഇതൊന്നും തന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്നും അതിനെക്കുറിച്ച് അയാൾ അടിയുണ്ടാക്കുമായിരുന്നു. അങ്ങനെ ഒരു ഭാരമായി അവിടെ ജീവിക്കാതെ സ്വന്തമായി വീട് വാങ്ങി മാറിപ്പോകാമെന്ന് അവൾ തീരുമാനിച്ചു. അതിനുവേണ്ടി പണം ശേഖരിക്കാൻ ഒരു സുഹൃത്തിനോടൊപ്പം പെറ്റ് ഷോപ്പ് നടത്തി. അങ്ങനെ ഒരു ദിവസം ഷോപ്പിലെ നായയെ ബ്രീഡ് ചെയ്യാൻ വേണ്ടി നായയുടെ ഉടമയെ കാണാൻ പോയി. പക്ഷെ അവിടെ അവൾക്ക് ഒരു അബദ്ധം പറ്റി. അവൾ പോയിരുന്നത് തെറ്റായ ടേബിളിലായിരുന്നു. അവിടെ ഇരുന്നത് ഒരു കോടീശ്വരനായിരുന്നു. അയാളുടെ അമ്മ ഒരിക്കൽ പെണ്ണ് കാണൽ തകർക്കാൻ വേണ്ടി അയാൾ ഒരു പാവപ്പെട്ട തൊഴിലാളിയെ പോലെ വേഷം ധരിച്ചാണ് അവിടേക്ക് എത്തിയത്. എന്നാൽ ഇവളുടെ സംസാരം കേട്ട് അവന് ആശ്ചര്യമായി. അവൾക്ക് 6 കുട്ടികൾ വേണമെന്നും അതിനുശേഷം സ്റ്റെറിലൈസേഷൻ നടത്തുമെന്നും അവൾ പറഞ്ഞു. അവൾ പറയുന്നത് നായയെ പറ്റിയായിരുന്നു. പക്ഷെ അവൻ തെറ്റിദ്ധരിച്ച് അവിടെ നിന്ന് ഓടിപ്പോവാൻ ശ്രമിച്ചു. അപ്പോഴാണ് അടുത്ത ടേബിളിൽ വഴക്ക് നടക്കുന്നത് അവർ ശ്രദ്ധിച്ചത്. അവൾക്ക് ആളുമാറിപ്പോയി എന്ന് മനസ്സിലായി. എന്നിട്ട് അവൾ ക്ഷമ ചോദിച്ചിട്ട് ആ സ്ത്രീയോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തിരികെ കൊണ്ടുവരാം എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ അത് തടഞ്ഞു. എന്നിട്ട് അവളോട് അയാളെ കല്യാണം കഴിക്കുമോ എന്ന് ചോദിച്ചു.